ശരണ്യ അപ്സരയും തമ്മിൽ വൻ അടിപിടി തന്നെയാണ്. ശരണ്യ അപ്പൊ അപ്സരയോട് പൊട്ടിത്തെറിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ അപ്പൊ മോർണിംഗ് ടാസ്കിൽ അപ്പൊ ഹോട്ടലിലേക്ക് ആളെടുക്കാൻ വേണ്ടി പവർ ടീമാർ ഇന്റർവ്യൂ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പൊ ഇവര് ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പോ ഈ ശരണ്യാണ് സ്പായുടെ കാര്യമൊക്കെ ചെയ്യാന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു വന്ന് സ്പായുടെ കാര്യങ്ങളെ പറ്റിയൊക്കെ കൂടുതൽ അറിയാവുന്നത് ശരണ്യക്കാണ്. അപ്പൊ ശരണ്യ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നപ്പോ എങ്ങാണ്ട് അപ്സര തടഞ്ഞു എന്നാണ് ശരണ്യ പറയുന്നത്. പിന്നെ അതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞപ്പോൾ അപ്സര പറഞ്ഞു ശരണ്യക്ക് ഈഗോ ആണെന്ന് പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നും അതെന്റെ സെൽഫ് റെസ്പെക്റ്റിനെ കളയുന്ന കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ശരണ്യയും അപ്സരയും തമ്മിൽ വൻ അടിപിടി നടക്കുന്നത്. ശരണ്യ പറയും അല്ലെങ്കിലും അതെ എല്ലാത്തിലും അപ്സരയ്ക്ക് അങ്ങനെയാണ്, നമ്മുടെ കൈ പിടിച്ചങ്ങ് തടയുവാണ്, നമ്മളെ പറയാൻ അനുവദിക്കുന്നില്ല, ഓരോരുത്തരുടെ അവസരം നശിപ്പിക്കാൻ നോക്കുവാണെന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് അപ്സരയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടപ്പോൾ അപ്സര അങ്ങനെ അവസരമൊന്നും കളയാൻ വേണ്ടിയിട്ടല്ല എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ശരണ്യ പറയും ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഇവള് പറയുമ്പോഴാണെന്നൊക്കെ പറയും. നിന്റെ ബെസ്റ്റ് ഫ്രണ്ടോ എന്നൊക്കെ ചോദിച്ചോണ്ട് അപ്പൊ അപ്സര പറയും അപ്സരയ്ക്ക് ഇപ്പൊ ബെസ്റ്റ് ഫ്രണ്ട് എന്നൊന്നും പറഞ്ഞാൽ അത്ര ഇഷ്ടമല്ല ശരണ്യനെ. അപ്പൊ ശരണ്യ പറയണം എന്താണ് പിന്നെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോഴത്തേക്ക് നിനക്ക് എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ ശരണ്യ പൊട്ടിത്തെറിക്കുവാണ്. അപ്പൊ ശരണ്യ പറയേണ്ടി ഇന്നാളും നീ ഇങ്ങനെ ഈഗോ ആണെന്ന് പറഞ്ഞു പൂജയുടെ മുമ്പിൽ വെച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്നാണ് ശരണ്യ ചോദിക്കുന്നത്. ശരണ്യ എന്നെ പറയുന്നുണ്ട് ഇതിനു വേണ്ടി തന്നെയാണ് പവർ ടീം ഇങ്ങനെ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചിട്ടത്, അതുപോലും മനസ്സിലാക്കാൻ ഇവർക്ക് വിവരമില്ല, എന്നിട്ട് ഓരോ പ്രശ്നം ഉണ്ടാവുകയാണെന്നൊക്കെ പറഞ്ഞ് ശരണ്യ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോവുകയാണ്. ശരിക്കും പിന്നെ എല്ലാം പുള്ളിക്കാർ കുറച്ചധികം ചെയ്യണം എന്നുള്ളൊരു ഇതുകൊണ്ട് എല്ലായിടത്തും കുറച്ചധികം അങ്ങോട്ട് ചാടി കയറി സംസാരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. മറ്റൊരാൾക്ക് ഒരു അവസരം കൊടുക്കില്ല, മറ്റുള്ളവർക്ക് അപ്പൊ പറയാനുള്ള സ്പേസ് അധികം കിട്ടില്ല. അത് തന്നെയാണ് പ്രശ്നമാവുന്നത്. ആരെന്ത് പറഞ്ഞാൽ പുള്ളിക്കാരി പെട്ടെന്ന് കൈ കയറി പിടിക്കുകയോ അല്ലെങ്കിൽ എന്താണ് പുള്ളിക്കാരി അധികം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുക. അപ്പൊ അത് തന്നെയാണ് ഇവിടെ ശരണ്യക്കും പറ്റുന്നത്. അതുകൊണ്ട് ശരണ്യക്ക് ഈ ഗ്രൂപ്പിൽ അപ്സരേനെ ഉള്ളത് വലിയ പാട് തന്നെയാണ്. മനഃപൂർവ്വമാണ് പവർ ടീമാർ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഇവര് നമ്മൾ വഴക്കുണ്ടാക്കാൻ.